ഈ തൊട്ടിൽ കിടക്കുന്ന ആളായിട്ട് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ, ഞാനൊന്ന് ബീച്ച് കാണാൻ പോവാണ്. ഒരു 3 മാസമായിട്ട് ഞാൻ അങ്ങനെ എവിടേക്കും പോവാറില്ല. പോവാനുള്ളൊരു അവസ്ഥയായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും അതിൻ്റെ അപ്പുറത്തതും അതിൻ്റെയും കാട്ടിലും വലിയ എക്സ്ട്രീം ലെവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ പോവാൻ നേരത്ത് അല്ലുൻ്റെ കുറേ കലാപരിപാടിയുണ്ട്. അവളുടെ ഡാൻസും പാട്ടും വെയ്ത്തും ഇതെല്ലാം കഴിഞ്ഞ് അതിനെ കൂടെ 3-4 സെൽഫി എടുത്തിട്ടേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പോകുന്ന വഴി ഇങ്ങനെ കോള് വരുന്നുണ്ട്, എത്തിയോ, എവിടാ, എങ്ങനാ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സിസ്റ്റർ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവളെ കുറച്ച് നേരം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പോക്ക് അങ്ങനെ പതുക്കെ അങ്ങനെ പോവാണ്. ഈ വീഡിയോൻ്റെ അകത്ത് ഒരു പുതിയ ആളെ കൂടെ നമുക്ക് കാണാം കേട്ടോ. ആ ആൾ ബഹ്റൈനിൽ നിന്ന് വന്നതാണ്. ഏകദേശം ഒരു 21 ദിവസത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ നമ്മളെ കുഞ്ഞാമ്മയും ഈ ആളും തമ്മിലുള്ളൂ. ആളെ പരിചയപ്പെടാൻ കുറച്ചധികം ഉണ്ട്. അവളെ പേരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനിയ ഇൽദിസ് എന്നാണ്. അവളെ ഞങ്ങളെല്ലാവരും ഗാനി എന്നാണ് വിളിക്കുക. കുഞ്ഞാമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. പറയാൻ വിട്ടുപോയി, കുഞ്ഞാമ്മയുടെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? അവളെ പേര് നൊവെല്ല സൊറൈൻ എന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അവൾ ശരിക്കും അള്ളാൻ്റെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ കേൾക്കാം, അതായിരിക്കും നല്ലത്. ഇപ്പം എന്തായാലും ആ സാഹചര്യം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, കാരണം അതല്പം സാഡാണേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോക്കിൻ്റെ ഒരു സന്തോഷം ഇല്ലാണ്ടായിപ്പോവും. അപ്പം നമുക്കത് പിന്നീട് കേൾക്കാം. എന്തായാലും ഞങ്ങളൊരു കൂട്ടം ആൾക്കാർ ഇവിടെ ഒരുമിച്ചു, എല്ലാവരും ജോയിനായി. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. കണ്ടോ എൻ്റെ സുന്ദരി മോള്? അവള് ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരെയും കണ്ടപാടെ അത്യാവശ്യം എനർജി വന്നു. പിന്നെ ഗാനിനെ ഞാൻ വാങ്ങി കയ്യിലെടുത്തു. അവൾ കുറേ നേരം എൻ്റെ കൂടെ നിന്നു. കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കായിരുന്നു. കണ്ടില്ലേ കുഞ്ഞാമീനെ അല്ലുവാണ് എടുത്തത്. അല്ലുവിനോട് കുറേ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കാം, അല്ലെ നീ വേറെ ആരുടെത്തെങ്കിലും കൊടുക്ക്, നിനക്ക് കൈ വേദനിക്കും, നീ കുറേ ടൈമായില്ലേ എടുത്തിട്ടെന്ന്. അവൾ പറഞ്ഞത് സാരല്ല. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ത്വര വന്നു. അപ്പം അത്യാവശ്യം ലൈറ്റുള്ളൊരു ഏരിയ കണ്ടു. പക്ഷേ അതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ്സിലുള്ള ബസ്സുകാർ കണ്ടാൽ കരുതും ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുകയാണ്. എന്തായാലും ഗാനി ഉറക്കിൻ്റെ മൂഡിലാണ്. കുഞ്ഞാമ്മയാണെങ്കിലോ ഇതൊക്കെ ആരാ ഒന്നും മനസ്സിലാവുന്നില്ലോ, എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്ന ഞങ്ങൾ ഇന്നിപ്പോൾ എവിടെയാ എന്നുള്ള ആലോചനയില്ല. ചുറ്റും ഇവരെങ്ങനെ നോക്കാൻ ഒരു 10,000 ആൾക്കാർ വേറെയും. ഇതെല്ലാം ഇവളുടെ ഇക്കാക്കമാരാണ് കേട്ടോ. ഇതാണ് എയ്തൻ അബ്രാൻ. ആളൊരു രസികനാ. അവനൊരുപാട് ഫാൻസ് ഉണ്ട് അംഗനവാടിയിലും സ്കൂളിലും അങ്ങനെയൊക്കെ. ഇതാണ് അല്ലുവിൻ്റെ നുണക്കുഴിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഇത് കല്യാണം കഴിഞ്ഞത് പിന്നെ എല്ലാവരും ഓരോരോ ഭാഗത്തായി പോയി. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. ചില സമയങ്ങളിൽ നന്നായിട്ട് മിസ് ചെയ്യും. ആകെയുള്ള സമാധാനം വാട്സപ്പ് ചാറ്റാണ്. അതുണ്ടാകുമ്പോൾ പിന്നെ എല്ലാവരും അടുത്തുള്ളതുപോലെ. പിന്നെ കാണാൻ തോന്നുമ്പോൾ വീഡിയോ കോള്. ഇപ്പം ഗാനി ഗൾഫിൽ നിന്ന് അവിടുന്ന് വന്നതുകൊണ്ട്, പുറത്തുനിന്ന് വന്നതുകൊണ്ട് അവളെ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 മാസം ആളിവിടെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എല്ലാവരുടെയും പാടായിട്ട് ഇങ്ങനെ പോവാണ്. ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു അവസരത്തിലാണ് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും പെട്ടിയും കിടക്കയായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് എപ്പോഴും ഒന്നുമില്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും വാട്സപ്പിൽ, അവിടെ പോവാം, ഇവിടെ പോവാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ. ചിലതൊക്കെ ചീറ്റി പോവാറുമുണ്ട് കേട്ടോ. ഈ പോക്കിൽ ഞങ്ങളുടെ ഉമ്മമാരൊന്നുമില്ല, ഞങ്ങൾ മക്കൾസ് മാത്രമേ ഉള്ളൂ. അവരെ ഞങ്ങൾ കൊണ്ടുവരാഞ്ഞിട്ടൊന്നുമല്ല, അവർ വരാഞ്ഞിട്ടാണ്. അവർ പറഞ്ഞു നിങ്ങൾ എൻജോയ് ചെയ്യും, ഞങ്ങൾ എന്തായാലും നോമ്പ് നോറ്റ് ക്ഷീണത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ കണ്ടില്ലേ, ഇവിടെ ഒന്നും ഒരു ഉറക്കും കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിലാണ്. പിന്നെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടില്ലല്ലോ. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവർ
അവർ പുറത്തിറങ്ങട്ടെ, വീട്ടിലിരുന്ന് എൻജോയ്മെൻറ്റ് ചെയ്യുന്നവർ അവരങ്ങനെ എൻജോയ് ചെയ്യട്ടെ. പിന്നെ ഞാൻ ഒരു ബുക്ക് കണ്ടു. ഇത് കുറേ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്, വായിക്കണം നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇതിന് എത്ര എങ്ങനെയാന്നൊക്കെ. വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ മീനുകളൊക്കെ ഉണ്ടാവും, മീനെടുത്ത് നീന്തി പോവാം, മീനെ തൊടാൻ, മീനെ കൈ പിടിക്കാം, മീൻ നമുക്ക് കൈ പിടിക്കാം, ചെറിയ മീനെ കൈ പിടിക്കാൻ പറ്റും. മീൻ നമ്മുടെ കയ്യിലല്ലേ ഉള്ളൂ ഇങ്ങനെ. അങ്ങനെ നമ്മൾ ആ ലോകത്തേക്ക് കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളിവിടെ ഇല്ല, നമ്മൾ ആ ലോകത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കിയത് പുറത്തോട്ട് നോക്കിയത് എന്താ കാണുന്നത്? അവിടെ കൈ കാണുന്നുണ്ടോ? പിന്നെ അവിടെ നിന്നൊക്കെയാണ് ചുറ്റും നോക്കി. എവിടെ ഡോൾഫിൻ ഉണ്ടോ? അടുത്തേക്ക് വരുന്നുണ്ടോ? അടുത്തേക്ക് വരുമ്പോൾ അടുത്തേക്ക് തൊട്ട് നോക്കിയത് മുമ്പിൽ കിടന്നു നോക്കി. എവിടെ? ഷാർക്കല്ല, ഡോൾഫിനോ? എന്താ 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 ചുറ്റം മറക്കണ്ട, ഇതാ മറക്കല്ലേ, ചുറ്റും മറക്കണ്ട. നിന്റെ അടുത്ത് തൊട്ട് നോക്കിയാൽ മതി. എവിടെ 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 എന്താണത്? ഇത് മീനെന്താ? അയാള് നോക്കിയാ കൊടുക്കാൻ കുറച്ച് മീനെ പിടിച്ചു പോലെ. പൊന്നാട അണിയിച്ചതാ. റിന്നില്ലേ വേറൊരു കാര്യമുണ്ട്. റിന്നുവിന് ഒരാളുണ്ടെങ്കിൽ പള്ളയിലാവും ഒരാളെപ്പോഴും കൂടുതൽ വേണം. ലിജു എന്താ കാണുന്നേ? ഡോൾഫിൻ. ഡോൾഫിൻ ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ? പിടിക്കാൻ കാണുന്നുണ്ടോ? വീഴല്ലേ വീഴല്ലേ, കല്ലുണ്ടാവും കല്ലുണ്ടാവും. കൈകൊണ്ട് പതുക്കെ കോരി എടുത്തോ, അപ്പൊ കിട്ടും. ഞാൻ എടുത്തേക്ക് വീഡിയോ ഉണ്ട്. ഞാന് നീ ചെയ്യണ്ടോ? എങ്ങി ചെയ്താൽ മതി, നമുക്ക് എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ പോലെ. കടലിനുള്ളിൽ അണ്ടർ വാട്ടിങ് ചെയ്യൂലേ, സ്കൂബ ഡൈവിങ് അത് മാതിരിയാ. മീനൊന്നും കിട്ടുന്നില്ല. മീൻ നമ്മളെ ഞാൻ ചവിട്ടി കൊല്ലാൻ നോക്കി, തട്ടി വെള്ളത്തിൽ വേറെ ആൾക്കാരുണ്ട്. മീനെടുത്ത് കൈ പിടിച്ച് കൈ വിട്ടാൽ ഇജു നടക്ക്, കൊറേ അങ്ങ് ദൂരേക്ക് പോയി നോക്ക്. എവിടൊക്കെ പോയിണ്ട്. അത് പിടിക്കാൻ നോക്ക. കൈ ഇങ്ങനെ ബബിൾസ് തോന്നുന്നുണ്ട്. നമ്മൾ കൈ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെയാണ്.
ഇതെല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും എൻ്റെ ബാക്കിയുള്ള എല്ലാ ടീംസിനും ചെയ്യണം എന്ന് തോന്നി കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഞാനിതുവരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഈ സാധനം എന്താ, ഈ യന്ത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കും. കാരണം മക്കളെ പോലെ അല്ലല്ലോ, അവൾ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആൻസർ പറയുമല്ലോ. മറ്റവർക്ക് മക്കൾക്ക് ഇപ്പോൾ എന്താ ഇത് എന്താ എങ്ങനെയാണെന്നുള്ളത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയില്ലല്ലോ. റില്ലു പറഞ്ഞ എൻ്റെ അടുത്ത് നല്ല അടിപൊളിയാണ്, എന്തായാലും അത് ഒരു 100 റുപ്പീസിന് അതെന്തായാലും ചെയ്തിട്ട് നമുക്ക് അടിപൊളിയാണ്. അത് നമ്മൾ വീഗാൻഡിലൊക്കെ ഒരു റൈഡിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് ആണ് അത്. നമ്മൾ ആ റൈഡിൽ നമ്മളെ ഫ്രണ്ടിലോട്ട് അതിങ്ങനെ വരും, അത് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ ആവും. സംഭവം അടിപൊളിയാണ്. അവളുടെ ഫേസ് കണ്ടില്ലേ, എന്തൊക്കെയോ എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ട്. പരിസരബോധമൊന്നുമില്ല, എന്തൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ പുറമുള്ള ആളുകളൊക്കെ നോക്കിയിട്ട് ഇവിടെ എന്താ സംഭവം എന്ന്. അപ്പോൾ അവർക്കും ചെയ്യാനും തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര് അവിടെ നമ്മളെ മുന്നിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ എത്ര ഒരു ടൈമുണ്ട്, ആ ടൈം എത്രയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയിലില്ല. കാര്യം ഞാൻ കുഞ്ഞാമിനെയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇവർക്കൊന്നും വീട്ടിൽ കയറണം വീട്ടിൽ പോകണം എന്നുള്ള ചിന്ത ഒന്നുമില്ല. കല്യാണം പോണേ വണ്ടി സ്ലോയോ? പിന്നെ അതിനിടയ്ക്കൊരു ഹോളിയുടെ ടീം വന്നു കേട്ടോ. എന്തോ അവർക്കിനി അവരെ പോലെ എന്നെ തോന്നിയോ ആവോ, എൻ്റെ ഫേസിൽ മാത്രം അവരാക്കിയിട്ട് പോയി. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം തോന്നി, ഞാൻ എൻ്റെ ഫേസ് കാണിച്ചും കൊടുത്തു. പിന്നെ അല്ലേ രസം, പിന്നീട് എൻ്റെ ഫേസിലോട്ട് എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കും, ഇതെന്താ സംഭവം, എൻ്റെ ഫേസിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ ഫേസിലും ഇല്ല, ഇതെന്താ സംഭവം എന്ന്. പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു ഫാലൂദ കുടിക്കാൻ വേണ്ടിയിട്ടാണേ. അത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു സംഗീത് എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു കൂൾ ബാർ, അവിടെയാണ്. അത് അത്യാവശ്യം ഫേമസ് ആണ് ഇവിടെ കാലിക്കറ്റിൽ, അല്ലാത്തവർക്കും അറിയുണ്ടാവും. എന്തായാലും പിന്നീട് പോയത് അവിടേക്കാണ്. അതും കഴിഞ്ഞ് വേഗം വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്തായാലും അവിടുത്തെ ഞാൻ ഇതിന് മുമ്പേയും കഴിച്ചിട്ടുണ്ട്, നല്ലതാണ്. ഒരുപാട് വലിയ പൈസ ഒന്നുമില്ല, എന്നാൽ കഴിക്കാൻ നല്ല റാഹത്തിൽ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ അവിടെ എത്തി ഞാൻ ആദ്യം പോയത് എൻ്റെ ഫേസ് കഴുകാനാട്ടോ. അതേ സെയിം കോലത്തിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഫേസ് കഴുകിയ ആദ്യം. എല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്, എന്താ ഇവളുടെ ഫേസിലെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും എല്ലാം ഇതാക്കി. 11:30 മണി ആയി കാണും ആ സമയം. അവിടെ ആ ഒരു സമയം വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങളുടെ ഒരു ഓർഡർ കൂടെ അവരെടുത്തു. ഞാൻ കുറേ സംഭവങ്ങളെല്ലാം നോക്കി, പക്ഷെ ലാസ്റ്റ് എത്തിയത് നോർമലിലേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് തന്നെ വാങ്ങിയത്. ഒരാളത് നന്നായി പോകണ്ട അല്ലെങ്കിൽ കൊളായി പോകണ്ട എന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും ഒരേ സെയിം സാധനം എടുത്തത്. ഇതിന് 100 റുപ്പീസ് കേട്ടോ ഒന്നിന്. പക്ഷേ നമുക്ക് നന്നായിട്ട് വയറ് ഫില്ലാവുകയും ചെയ്യും, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ
അവന് പറഞ്ഞു എനിക്കിത് വേണ്ട, ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവന് ഒരു മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഏറ്റവും വലിയൊരു കോമഡി കേൾക്കണ്ടേ, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ലാസ്റ്റ് എൻ്റെ കൂടെ ഉണ്ടായ ഗാനീൻ്റെ ഉമ്മല്ലേ, അവൾക്ക് കിട്ടിയില്ല. ടോപ്പ് കോമഡിയാണത്. കാരണം അതിലൊരു സ്റ്റോറി കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് കിട്ടും, അല്ല എൻ്റെ കൂടെ വരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് മിസ്സാവും. അതാണ് പൊതുവേ ഉള്ളൊരു ഹിസ്റ്ററി. ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി. എല്ലാവർക്കും ഇല ഇട്ടിട്ടുണ്ടാവും, എന്നാൽ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് മിസ്സായിപ്പോവും. അത് ഒരു തവണ നോക്കി, 2 തവണ നോക്കി, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ആണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം എന്തോ ഒരു വിഷയമുണ്ട്. ചിലപ്പോൾ ഒന്ന് ഗണിക്കേണ്ടി വരും, ഒന്ന് കണിയാറെ കാണേണ്ടി വരും എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഏകദേശം സമയം 12 മണി കഴിഞ്ഞു. കണ്ടില്ലേ, കടകളെല്ലാം അടച്ചിട്ടുണ്ട്.